നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പ് കഴിഞ്ഞു. ക്ലബ് ട്രാൻസ്ഫറുകൾ ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായി വന്നു തുടങ്ങും. അതിൽ ഏറ്റവും വലിയൊരു ട്രാൻസ്ഫർ ഇപ്പോൾ നടന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം. മോർഗൻ റോജേഴ്സ് ഇംഗ്ലണ്ടിന് വേണ്ടി ലോകകപ്പിൽ അതിഗംഭീരമായി കളിച്ച അവരുടെ 7 മത്സരങ്ങളിൽ ഇറങ്ങിയ മോർഗൻ റോജേഴ്സ് ചെൽസി ക്ലബിൽ ചേർന്നിരിക്കുന്നു. ആസ്റ്റൺ വില്ല വിട്ടിട്ടാണ് റോജേഴ്സ് ചെൽസിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ചെൽസിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആസ്റ്റൺ വില്ലയെ കഴിഞ്ഞ തവണ ഇത്തവണ യൂറോപ്യൻ ലീഗ് ജയിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ആളാണ്. ഇതിലൂടെ ചാമ്പ്യൻസ് ലീഗിലേക്ക് ആസ്റ്റൺ വില്ല അടുത്ത ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടി. റോജേഴ്സ് ആ യൂറോപ്യൻ ലീഗയുടെ ഫൈനലിൽ ഗോളടിച്ചിരുന്നു. 3-0 ആസ്റ്റൺ വില്ല ജയിച്ചത്. ആ മത്സരത്തിൽ ഗോളടിച്ചിരുന്നു. അന്നു മുതൽ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു താരമാണ് റോജേഴ്സ്. പിന്നീട് ഇപ്പോൾ ലോകകപ്പ് ഇംഗ്ലണ്ടിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇതിന് തൊട്ടു പറയുകയാണ് ചെൽസി 1509 കോടി രൂപയ്ക്ക് മോർഗൻ റോജേഴ്സിനെ ടീമിലെത്തിയിരിക്കുന്നത്. ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഈ സീസൺ മുതൽ ചെൽസിക്ക് വേണ്ടി കളിക്കും. ഓഗസ്റ്റ് 24 ആദ്യത്തെ മത്സരത്തിൽ ഫുൾഹാമിനെതിരെ റോജേഴ്സ് കളിക്കും ചെൽസിക്ക് വേണ്ടി. അപ്പോൾ നേരത്തെ ആസ്റ്റൺ വില്ല യൂറോപ്യൻ ലീഗ് ജയിച്ചത് മുതൽ ഈ ചാമ്പ്യൻസ് ലീഗ് ജയിച്ച ആഴ്സണൽ കാര്യമായി റോജേഴ്സിന് പറയുകയായിരുന്നു. റോജേഴ്സ് ആഴ്സണലിൽ ചേരുമെന്ന് വരെ മാധ്യമ വാർത്തകളുണ്ടായിരുന്നു. അത്രമാത്രം അടുത്തെത്തിയതാണ്. പക്ഷേ റോജേഴ്സ് അവസാനം ചേർന്നിരിക്കുന്ന ചെൽസിയിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആഴ്സണലിനെ കുത്തിക്കൊണ്ട് ചെൽസി ഒരു മെസ്സേജിലൂടെയാണ് ഇത് അറിയിച്ചത്. എന്ത് ചെയ്യാം, റോജേഴ്സ് ചെൽസിയാണ് തിരഞ്ഞെടുത്തത്. ആ ഒരൊറ്റ സിംഗിൾ വേർഡ് ഹി ചോസ് ചെൽസി എന്നാണ്. ഹി ചോസ് ചെൽസി. ആ ഒരു ഏക വാചകത്തിൽ ഹി ചോസ് ചെൽസി, ആ ഏക വാചകത്തിൽ ആഴ്സണലിൻ്റെ നെഞ്ചത്ത് കുത്തിക്കൊണ്ടാണ് ചെൽസി ആ വാചകം പുറത്തുവിട്ടിരിക്കുന്നത്. ആഴ്സണലിനെ ഒന്നും തിരഞ്ഞെടുത്തില്ല, ഞങ്ങളെയാണ് തിരഞ്ഞെടുത്തത് റോജേഴ്സ് എന്ന് പറയുന്നു. ഇതിനനുസരിച്ച് തന്നെയാണ് റോജേഴ്സിൻ്റെ ഉത്തരവും വന്നത്. റോജേഴ്സ് എന്തുകൊണ്ടാണ് ചെൽസി തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ റോജേഴ്സ് പറഞ്ഞത് ലണ്ടനിലെ ഏറ്റവും വലിയ ക്ലബ്ബ് ചെൽസിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെൽസിയെ തിരഞ്ഞെടുത്തത്. ചെറുപ്പം മുതൽ ചെൽസിയുടെ ആരാധകനാണ് ഞാൻ, ചെൽസിക്ക് വേണ്ടി കളിക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നൊക്കെ റോജേഴ്സ് പറയുന്നു. ആ പറഞ്ഞതിൽ ഏറ്റവും ആഴ്സണലിനെ കുത്തുന്ന ഒരു സാധനം ഇതാണ്, ലണ്ടനിലെ ഏറ്റവും വലിയ ക്ലബ്ബ് ചെൽസിയാണ് എന്നുള്ളതാണ്. അതുതന്നെയാണ് ചെൽസിയും മറ്റേ ഹി ചോസ് ചെൽസി എന്നതിലൂടെ ആഴ്സണലൊന്നും അല്ല എന്ന് വരുത്തി തീർക്കാനാണ് ചെൽസിയും ശ്രമിച്ചത്. എന്തായാലും റോജേഴ്സ് ആസ്റ്റൺ വില്ല വിട്ട് ചെൽസിയിലേക്ക് എത്തുമ്പോൾ ചെൽസിക്ക് വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. വലിയ പൈസയ്ക്കാണ്, വലിയ റെക്കോർഡ് ട്രാൻസ്ഫർ തുകയ്ക്കാണ്, ഒരു ബ്രിട്ടീഷ് താരത്തിന് കിട്ടുന്ന റെക്കോർഡ് തുകയ്ക്കാണ് മോർഗൻ റോജേഴ്സ് ചെൽസിയിലെത്തുന്നത്. അത് ആഴ്സണലിന് ഒരു വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ചെൽസി റോജേഴ്സിനെ ടീമിലെത്തിച്ചിരിക്കുന്നത്. എന്തായാലും 23 വയസ്സുള്ള റോജേഴ്സ് ഇനി ചെൽസിയുടെ പ്രധാനപ്പെട്ട കളിക്കാരിൽ ഒരാളായി മാറും. റോജേഴ്സ് വലിയ രീതിയിൽ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടിയിട്ട് 125 കളികളിൽ 31 ഗോൾ അടിച്ചിട്ടുള്ള താരമാണ് റോജേഴ്സ്, ഹു ഈസ് കേപ്പബിൾ ഓഫ് ഓപ്പറേറ്റിംഗ് ബോത്ത് ഔട്ട് വൈഡ് ആൻഡ് ഇൻ ആൻഡ് അഡ്വാൻസ്ഡ് മിഡ്ഫീൽഡ് റോൾ. അതാണ്, അഡ്വാൻസ്ഡ് മിഡ്ഫീൽഡ് റോളിൽ അതിഗംഭീരമായി കളിക്കാൻ കഴിവുള്ള റോജേഴ്സ്. അതുകൊണ്ടാണ് റോജേഴ്സിനെ ചെൽസി തിരഞ്ഞെടുത്തത്. എന്തായാലും റോജേഴ്സും അത് വളരെ വ്യക്തമായി പറഞ്ഞു, ചെൽസിയിൽ കളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ചെൽസിക്ക് വേണ്ടി ബൂട്ട് കെട്ടാൻ ഞാൻ പണ്ട് മുതലേ ആഗ്രഹിച്ചിരുന്നു, ചെൽസിയാണ് ലണ്ടനിലെ ഏറ്റവും വലിയ ക്ലബ്ബ് എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ റോജേഴ്സും ചെൽസിക്ക് അനുകൂലമായ ഒരു ഉത്തരം കൊടുത്ത് ആ ട്രാൻസ്ഫറിനെ ന്യായീകരിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ റോജേഴ്സ് ചെൽസി നിരയിൽ കാണാം റോജേഴ്സിനെ.